അഭിമാനം കൊള്ളുന്നു. ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. എന്റെ മാതാപിതാക്കളെയും എന്റെ നാട്ടുകാർക്കും ഞാൻ ഈ സേവനം സമർപ്പിക്കുന്നു. നാട്ടുകാർ നന്ദഗോപാലിനെ ക്ഷണിക്കുന്നു. എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ കാരണമാകുന്നത്. അതിനാൽ മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവയ്ക്കൂ. ഭക്ഷണം പാഴാക്കരുത്. നന്ദി. ചോറ് മാത്രമല്ല, വെള്ളത്തിനൊക്കെ നമ്മൾ പോവാറുണ്ടല്ലേ? ചൂടുവെള്ളത്തിന് പോകും. പിന്നെ എന്തിനൊക്കെ പോവാം? കഞ്ഞിവെള്ളത്തിന് പോകും. പിന്നെ ചോറിന് പോകും. ചോറ് ക്ലാസ്സിൽ കിട്ടിയാലും ലീലേശ്വരിന്ന് സ്പെഷ്യലായിട്ട് കിട്ടാൻ കുടിക്കാൻ പോകും. ഒരു ഗ്ലാസും കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചിലരൊക്കെ അടുപ്പിലേക്ക് ചെല്ലുന്നവരുണ്ട്. അങ്ങനെ നമ്മള് ആദരിക്കുകയാണ് ലീന ചേച്ചിയുടെ. എല്ലാവരും നല്ലൊരു കൈയ്യൊപ്പ്. വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയിട്ടുള്ളത് 5Aയിൽ പഠിക്കുന്ന ഗൗരി കെ. കുറെ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തതാണ്. അതിലാണ് നമുക്ക് 2ാം സ്ഥാനം. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. കൺഗ്രാറ്റുലേഷൻ. എല്ലാവരും നന്നായിട്ട് കയ്യടിക്കുക. മുഹമ്മദ് ആദം വി, മുഹമ്മദ് സിനാൻ 3ാം ക്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മത്സരമാണ്. അതിലെ